എന്താ അവരെടുക്കാത്ത? യവനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, ജിഞ്ചർ. ഇന്നലെ കേൾക്കാത്ത ഒരു ബ്രാൻഡ് അല്ലേ? അതെ അതെ. അതങ്ങനെ കേൾക്കാൻ വഴിയൊന്നുമില്ല. ഇത് ഞാൻ തന്നെ കുറെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി എടുത്തതാണ്. വെറുതെ അല്ല സാറിന് എന്നോട് ഇത്ര സ്നേഹം തോന്നിയത്. സാറ് നമ്മുടെ ആളോ അല്ലയോ? എന്നാൽ ഇത് നീ കരുതുന്ന പോലെ വാറ്റൊന്നും അല്ല. ശരിയാണല്ലോ, വാറ്റല്ല. പണ്ട് ഞാൻ ഫൗജിയിലായിരുന്ന സമയത്ത് ഹിമാലയത്തിൽ രാത്രി ഞാനൊരു കാട്ടിലങ്ങ് ഒറ്റയ്ക്ക് പെട്ടുപോയി. പുറത്താണെങ്കിൽ -0 തണുപ്പും, എനിക്കാണെങ്കിൽ വഴിയും അറിയത്തില്ല. ആ തണുപ്പത്ത് ഞാൻ നടന്ന് ചെല്ലുമ്പോൾ ഒരു ഗുഹയെന്നൊരു ചുമന്ന വെളിച്ചവും. പുലിയും കടുവയെല്ലാം നമ്മൾ അപ്പം തന്നെ ഉറപ്പിച്ചു. കാരണം ലൈറ്റ് ഇട്ടിരിക്കേണ്ട കാര്യം പുലിയും കടുവയ്ക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല. ഞാൻ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു കിളിച്ചോണ്ടിക്കാരനിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നു. കിളിച്ചോണ്ട് കാറിൻ്റെ അകത്ത് വെള്ളം അടിക്കുന്നു? ഇളിച്ചോണ്ട് കാറിനകത്തല്ലടാ, ഇളിച്ചോണ്ടിക്കാരൻ. കിളിച്ചോണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗോത്ര ഭാഷയാണ്. അത് സംസാരിക്കുന്ന ആള്. ഓ, ആദിവാസി. എടോ, കാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എന്നിട്ട് പുള്ളിയെടുത്ത് എൻ്റെ അറിയാവുന്ന ഭാഷയെ, ഞാൻ പട്ടാളത്തിലാണ്, എനിക്ക് വഴിതെറ്റിപ്പോയി, മാടയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ പുള്ളിക്കൊരു മാങ്ങാണ്ടിയും മനസ്സിലാവുന്നില്ല. പുള്ളി പറയുന്നതാണ് എനിക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പെട്ടു. അവസാനം സഖി കെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഇരുന്ന കുപ്പി എടുത്ത് മാറ്റി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ജിഞ്ചർ എടുത്ത് അവിടോട്ട് വെച്ച്, എന്നിട്ട് 2 ഗ്ലാസ്സിൽ ഒഴിച്ച് ഒരെണ്ണം എൻ്റെ നിരക്ക് തെറ്റി. അതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നും വേണ്ടല്ലോ. ഇതേലും ഒരെണ്ണം അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് പിന്നുണ്ടാ ഞാൻ നോക്കുമ്പോൾ പുള്ളി നല്ല പച്ച മലയാളി, പുള്ളിയുടെ മുമ്പിൽ ഞാൻ നല്ല പച്ച കിളിച്ചോണ്ടി. പിന്നങ്ങോട്ട് വെളുക്കോളം വരെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച്. അരെ വാ, ഓ രാത്ത് കഭി നായക. ഇല്ല. എന്നിട്ട് രാവിലെ തന്നെ അവൻ എണീറ്റ് എനിക്ക് വഴിയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടാക്കി. ആ കിളിച്ചോണ്ടി ദോസ്താണ് എനിക്കിതിൻ്റെ കൂട്ട് പറഞ്ഞു തരുന്നത്. എന്തോ സാറേ ഇതിൻ്റെ കൂട്ട്? അയ്യോ, അത് മാത്രം ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം ഇറങ്ങാൻ നേരം അവൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞു, സുധാര പൊന്നളിയ, നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ട് പറഞ്ഞു തരുന്നത്, ആരോടും പുറത്ത് പറയുന്നതെന്ന്. ഞാൻ അപ്പം തന്നെ തിരിച്ചു പറഞ്ഞു, ചെമ്പടുത എന്ന് വെച്ചാൽ പറയൂല കിളിച്ചോണ്ടി. സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ഞാൻ ഇവനിട്ട പേരാ ദോസ്തി ജിഞ്ച. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കാലമായി. കമ്പനി അടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇവനെ അടിക്കാനും വേണം ഒരു യോഗം. പിടിച്ചുകൊണ്ടിരിക്കാതെ അടിക്ക് എടുക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇവന് മദ്യത്തിൻ്റെ നിയമമല്ലെന്ന്. ജിഞ്ച ജിഞ്ച. ഒടിക്കില്ലേ? ഒടിക്ക്.